അനന്തയുടെ ജീവിതം മാറിമറിയുന്നത് 2022 ഒക്ടോബറിലാണ്. അന്ന് ഒരു അവധി ദിവസമായതുകൊണ്ട് അമ്മായിയുടെ വീട്ടിൽ പോയതായിരുന്നു അനന്ത. മറ്റു കുട്ടികളോടൊപ്പം വീടിന്റെ ടെറസിൽ കളിക്കുന്നതിനിടെ അവൾക്കൊരബദ്ധം പറ്റി. കളിക്കുന്നതിനിടെ അബദ്ധത്തിൽ 11,000 വാൾട്ടിന്റെ കമ്പയിൽ അവളെ കൈയൊന്ന് തട്ടി. അടുത്ത നിമിഷം അവൾക്ക് മുന്നിൽ എല്ലാം ഇരുട്ടിലായി. പിന്നീട് ബോധം വരുമ്പോൾ ആശുപത്രി കിടക്കയിലാണ്. ഡോക്ടർമാർ അവളുടെ വലത് കൈ മുറിച്ചു മാറ്റണമെന്ന് പറഞ്ഞത് അവൾ കേട്ടു. പെട്ടെന്ന് കേൾക്കുമ്പോൾ ആരും തകർന്നു പോകുമായിരുന്ന ആ വാർത്ത കേട്ടിട്ട് അവൾ സ്വയം മനസ്സിനോട് പറഞ്ഞു, ഞാൻ ഒരിക്കലും കരയില്ല. പിന്നീടങ്ങോട്ട് അനന്തയുടെ ജീവിതം മാറിമറിയുന്ന കാഴ്ചയാണ് കാണുന്നത്. അപകടത്തിൽ അവളുടെ വലത് കൈ പൂർണ്ണമായും പ്രവർത്തനരഹിതമായിരുന്നു. ഇടത് കൈ 20% മാത്രം പ്രവർത്തിക്കും. മാതാപിതാക്കൾ തകർന്നു പോയെങ്കിലും ആ 13-കാരി പിടിച്ചു നിന്നു. പൊള്ളലേറ്റവരുടെ വാർഡിൽ അവളേക്കാൾ മോശമായ അവസ്ഥയിലുള്ള രോഗികൾക്കിടയിൽ കിടക്കുമ്പോൾ അവൾക്കൊരു പുതിയ കാഴ്ചപ്പാട് ലഭിച്ചു. ഞാൻ ജീവിച്ചിരിപ്പുണ്ടല്ലോ, അത് തന്നെ ധാരാളം എന്നവൾ ചിന്തിച്ചു തുടങ്ങി. 2 മാസത്തെ ആശുപത്രി വാസത്തിന് ശേഷം തിരിച്ചെത്തുമ്പോഴേക്കും അവളുടെ ബോർഡ് എക്സാം തുടങ്ങാറായിരുന്നു. ശാരീരികവും മാനസികവുമായ വേദനകളെല്ലാം അതിജീവിച്ച് അവൾ പരീക്ഷയ്ക്ക് തയ്യാറായി. 92% മാർക്കോടെ അവൾ മികച്ച വിജയം നേടി. 2023 മാർച്ചിലാണ് അനന്തയുടെ ജീവിതം മാറ്റിമറിച്ച അടുത്ത സംഭവം ഉണ്ടാകുന്നത്. അവളെ അവളുടെ ഡോക്ടർ വിളിച്ചു. കേൾക്കാൻ സാധ്യതയില്ലെന്ന് കരുതിയ ഒരു പുതിയ വാർത്തയുമായിട്ടാണ് ആ കോൾ വന്നത്. അവൾക്ക് ഒരു കൈമാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്താൻ കഴിയുമെന്ന ആ വാർത്ത അവളെ ഏറെ അമ്പരപ്പിച്ചു. ചെറുപ്രായവും സങ്കീർണതകളും ഏറെ ഉണ്ടായിരുന്നെങ്കിലും അവൾ ആ വെല്ലുവിളി ഏറ്റെടുക്കാൻ തയ്യാറായി. ജൂണിൽ അതിനുവേണ്ടി രജിസ്റ്റർ ചെയ്ത് അവൾ മാസങ്ങളോളം അടുത്ത വിളിക്കായി കാത്തിരുന്നു. അവസാനം 2024 സെപ്റ്റംബറിൽ ആ വിളിയെത്തി. 14 മണിക്കൂർ നീണ്ടുനിന്ന കൈമാറ്റിവെക്കൽ ശസ്ത്രക്രിയ. ഉണരുമ്പോൾ ഒരു പുതിയ കൈ അവളുടെ പുതപ്പിനടിയിൽ മറഞ്ഞിരുന്നു. കൈ കാണണമോ എന്ന് ഡോക്ടർ ചോദിച്ചു. ഒരു നിമിഷത്തേക്കെങ്കിലും കാണണമെന്ന് അവൾ മറുപടി പറഞ്ഞു. കൈ കണ്ടപ്പോൾ അവൾ പൊട്ടിക്കരഞ്ഞു. ഇപ്പോൾ കൈമാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയയായ ലോകത്തിലെ ആദ്യത്തെ 18 വയസ്സിന് താഴെയുള്ള പെൺകുട്ടിയാണ് അവൾ. അവളുടെ മാറ്റിവെച്ച കൈ പ്രവർത്തനക്ഷമത വീണ്ടെടുക്കുന്നു. അതിൻ്റെ ഓരോ ചലനവും ഓരോ ആംഗ്യവും അവൾക്ക് അത്ഭുതമാണ്. അനന്ത പറയുന്നത്, ചിലപ്പോൾ ഞാൻ ചിന്തിക്കാറുണ്ട്, ആക്സിഡന്റ് ഉണ്ടായപ്പോൾ തന്നെ മനസ്സടിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ ഞാനിവിടെ ഉണ്ടാകുമായിരുന്നു. വേദനയോടെയാണെങ്കിലും ജീവിതത്തിൽ ഒരു ലക്ഷ്യം മുൻനിർത്തി മുന്നോട്ട് പോകാൻ തിരഞ്ഞെടുത്തതിൽ എനിക്കേറെ സന്തോഷമുണ്ട്. ഒരാൾക്കെങ്കിലും എൻ്റെ ജീവിതം പ്രചോദനമാവുകയാണെങ്കിൽ ഞാൻ വിജയിക്കും. അതിനാണ് ഞാനിവിടെ ഈ കുറിപ്പ് പങ്കുവയ്ക്കുന്നത്.